أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അല്ലാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. പ്രപഞ്ചനാഥനായ റബ്ബുൽ ഇസ്സത്ത് പരമാവധി സൂക്ഷ്മത പുലർത്തി അഥവാ അല്ലാഹു തആല നമ്മോട് കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തി വിരോധിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് വർജിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ഉണർത്തുന്നു. അതിനുള്ള തൗഫീഖിനായി റബ്ബിനോട് തേടുന്നു. അല്ലാഹു തആല സൂക്ഷ്മതയോടുകൂടെ ജീവിച്ച് മുവഹ്ഹിദുകളായി ലോകത്തോട് വിട പറയുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ വെള്ളിയാഴ്ച ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്ത വിഷയം സൃഷ്ടാവിനെ അറിയുന്നതിന് തടസ്സമാകുന്ന ബന്ധനങ്ങളെ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് അല്ലാഹുവുമായി ഒരു നല്ല ബന്ധമുണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ള വിഷയമാണ്. അതിന്റെ ബാക്കി എന്നോണം നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം എന്തുകൊണ്ടാണ് മനുഷ്യ സമൂഹത്തിന് സൃഷ്ടി ലോകത്തിന് സൃഷ്ടാവായ അല്ലാഹുവിനെ അറിയാൻ തടസ്സമാകുന്നത് അല്ലെങ്കിൽ അറിയുന്നതിൽ ഒരു അമാന്തം സൃഷ്ടി സമൂഹം കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള കൃത്യമായ ഒരു മറുപടി സൃഷ്ടാവായ റബ്ബിനെ അറിയേണ്ടതുപോലെ സൃഷ്ടികൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇതാണ് പ്രധാനപ്പെട്ട കാരണം. ഇതാണ് പ്രധാനമായ വിഷയം, പ്രശ്നം. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മിൽ അനിവാര്യമായി ഉണ്ടാവേണ്ടത്, അധികമായി ഉണ്ടാവേണ്ടത് അല്ലാഹുവിനെ അറിയലും അല്ലാഹുവിനെ ഓർക്കലും അല്ലാഹുവിലേക്കുള്ള മടക്കവുമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അരുമ ശിഷ്യന് വേണ്ടി നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുത്ത ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രി
وذكرك وشكرك وحسن عبادتك. അല്ലാഹുവേ, നിന്നെ ധാരാളമായി ഓർക്കാൻ, നിനക്ക് ധാരാളമായി നന്ദി ചെയ്യാൻ, റഹ്മാനായ റബ്ബേ നിനക്ക് ചെയ്യുന്ന ആരാധനകളെ നന്നാക്കി തീർക്കാൻ. അല്ലാഹുവേ അഇനി, എനിക്ക് നീ ആവതാക്കണേ, കഴിവ് നൽകണേ. അലാ ദിക്രിക, നിന്നെ ഓർക്കാൻ. റബ്ബിനെ ഓർക്കലാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കാൻ, അവനൊരു യഥാർത്ഥ മനുഷ്യനാവാൻ, അവനെ സൃഷ്ടിച്ച, അവനെ പരിപാലിക്കുന്ന, അവന് കുടിക്കാനും വെള്ളവും കഴിക്കാൻ ഭക്ഷണവും ശ്വസിക്കാൻ ഓക്സിജനും തന്നു എല്ലാ രീതിയിലും അവനെ പരിപാലിക്കുന്ന റബ്ബിനെ അറിയുക, മനസ്സിലാക്കുക എന്നുള്ളിടത്താണ് ഒരു മനുഷ്യന്റെ വിജയം കിടക്കുന്നത്. അതിനുള്ള ഓർക്കാനുള്ള ഒരു കഴിവ്, അതിന് ആവതാക്കാൻ റബ്ബിനോട് തേടാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശിഷ്യനോട് പഠിപ്പിച്ചു കൊടുക്കുന്നു. വശുക്രിക, റഹ്മാനായ റബ്ബേ നീ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാനും, അതോടൊപ്പം തന്നെ വഹുസ്ന ഇബാദത്തിക, നിനക്ക് ചെയ്യുന്ന ആരാധനകൾ നന്നാക്കാനും. സൃഷ്ടാവിന് ചെയ്യുന്ന ആരാധനകൾ നന്നാവണമെങ്കിൽ അതിന് പ്രധാനമായും നേരെ പറഞ്ഞ രണ്ട് ഘടകങ്ങളും അനിവാര്യമാണ്. അള്ളാഹുവിനെ ഓർക്കണം, അള്ളാഹുവിനെ അറിയണം, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്നവനാകണം. ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം അതാണ്, അള്ളാഹുവിനെ അറിയുക എന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിലൊക്കെ ഈ ഒരു ഗ്രന്ഥം ഉണ്ടാകും. ഈ ഒരു ഗ്രന്ഥത്തിൽ ശറഹുൽ മസാഇലി ഫി തൗഹീദ് അഥവാ ഏകദൈവ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായ തത്വങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഈ ഒരു ഗ്രന്ഥത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. അതിൽ പ്രധാനമായും വരുന്ന 4 നിയമങ്ങളും, അതുപോലെ തന്നെ അറിവ് കൊണ്ടുള്ള വിവക്ഷയും, അറിവ് സമ്പാദിക്കുന്നതിന്റെ പ്രാധാന്യവും, അറിവോടുകൂടി കർമ്മം ചെയ്യുന്നതിന്റെ മഹത്വവും, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ക്ഷണിക്കുന്നതിന്റെ പുണ്യം, ഈ വിഷയം ഇതുപോലുള്ള നിങ്ങളുടെ കയ്യിലുണ്ട്, ഞാനത് ആവർത്തിച്ച് വായിക്കുന്നില്ല. ഈ വിഷയങ്ങളൊക്കെയാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. അതിൽ പ്രധാനമായും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അറിവാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ ഒരു സൂചന നമ്മൾ തന്നിരുന്നു. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ആയത്ത് ധരിച്ചുകൊണ്ട് എന്താണ് അറിവ്, എന്താണ് ഇൽമ്, ഏറ്റവും പ്രബലമായ പ്രധാനപ്പെട്ട ഇൽമ് അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ഒരു അറിവാണ് ഏറ്റവും വലിയ അറിവ്. ഈ ഒരു അറിവില്ലാതെ ഒരു കർമ്മവും ചെയ്തിട്ട് കാര്യവുമില്ല. കുറെ വിശാലമായ അർത്ഥങ്ങളുള്ള ഒരു ആയത്താണത്. നമ്മൾ ചെയ്യുന്ന ആരാധനകൾ അത് കൃത്യമായി ആരാധനകളാവണമെങ്കിൽ, ആ ആരാധനയുടേതായ കൃത്യമായ മഹത്വം ലഭിക്കണമെങ്കിൽ, അതിൽ കിട്ടണമെങ്കിൽ തീർച്ചയായും അറിവോടുകൂടി ആരാധനകൾ ചെയ്യൽ അനിവാര്യമാണ്. അറിവില്ലാതെയുള്ള കർമ്മം, ആ കർമ്മങ്ങൾ ഒരിക്കലും നമുക്ക് സ്വീകാര്യയോഗ്യമായ കർമ്മങ്ങളാക്കി മാറ്റാൻ പറ്റില്ല. അതിൽ ഏറ്റവും പ്രധാനമായ അറിവ് തന്റെ സൃഷ്ടാവിനെ അറിയുക എന്നുള്ള ഒന്നാമത്തെ അറിവാണ്. അറിവുകളെ 3ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അതിൽ കാണാം, നമുക്ക് നിങ്ങളുടെ ഗ്രന്ഥത്തിൽ കാണാം, നിങ്ങൾക്ക് കൃത്യമായി അറിവിനെ 3ആയിട്ട് തരംതിരിച്ചു. ഏതാണ് ആ അറിവ്? ഗ്രന്ഥത്തിൽ ചർച്ച ചെയ്യാനുള്ള 4 വിഷയങ്ങളിൽ അറിവ്, കർമ്മം, പ്രബോധനം, അതിന്റെ മേൽ ക്ഷമിക്കൽ. അതിൽ അറിവ് 3 രീതിയിൽ ഒരു കൃത്യമായി സൃഷ്ടി, മനുഷ്യൻ അവന്റെ റബ്ബിനെ അറിയണം. ആ അറിവ് തീർച്ചയായിട്ടും അറിയേണ്ട ആ ഒരു അറിവ് ഏതാണ്? ഒന്നാമത്തെ അറിവ് മഅരിഫത്തുല്ലാഹി സുബ്ഹാനഹു വ തആല. മഅരിഫത്തുല്ലാഹി സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയലാണ്. എങ്ങനെയാണ് അല്ലാഹുവിനെ അറിയേണ്ടത്? ഫഹുവ, അത് അൽ ഖാലിഖുർ റാസിഖുൽ മാലികുൽ മുദബ്ബിറുൽ മുസ്തഹിഖു ലിൽ ഇബാദ വഹ്ദ. അല്ലാഹു അവൻ മാത്രമാണ്. കൃത്യമായി നാം മനസ്സിലാക്കണം, അല്ലാഹ് മാത്രമാണ് സൃഷ്ടാവെന്നും, അവൻ മാത്രമാണ് നമുക്ക് ഭക്ഷണം നൽകുന്നവനെന്നും, അവൻ മാത്രമാണ് പരിപാലിക്കുന്നവനെന്നും, അവൻ മാത്രമാണ് അൽ മുസ്തഹിഖു ലിൽ ഇബാദ, ആരാധനക്ക് അർഹൻ അവൻ മാത്രമാണെന്നും അംഗീകരിക്കലും വിശ്വസിക്കലും അത് അറിയലുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രബലമായ അറിവ് എന്നുള്ളത് നാം മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് ഖിറാഅത്തു കിതാബിഹിൽ കരീം. അല്ലാഹുവിന്റെ ഗ്രന്ഥത്തെ വായിച്ചുകൊണ്ട് ആ ഗ്രന്ഥത്തിൽ നിന്ന്
അല്ലാഹുവിനെ അറിയുക. അതോടൊപ്പം തന്നെ വത്തദബ്ബുറു ഫീ അസ്മാഇല്ലാഹ്, അല്ലാഹുവിന്റെ നാമങ്ങളിൽ ചിന്തിക്കുക. അല്ലാഹുവിനെ കുറിച്ച് അല്ലാഹുവിന്റെ നാമങ്ങളിലും അല്ലാഹുവിന്റെ വിശേഷണങ്ങളിലും ചിന്തിക്കുകയും ഉൾക്കൊള്ളുകയും അത് മനസ്സിൽ വേരുറപ്പിക്കുകയും ചെയ്യുക. എങ്ങനത്തെ അല്ലാഹുവിന്റെ അസ്മാഉകൾ അൽ വാരിദതു ഫീഹി, അല്ലാഹുവിന്റെ ഖുർആനിൽ വന്നതായ വമാ ദല്ലത അലൈഹി മിൻ സിഫാത്തിൻ, അതോടൊപ്പം തന്നെ അതിന്റെ മേൽ അറിയിപ്പ് നൽകുന്ന അല്ലാഹുവിന്റെ വിശേഷണങ്ങളെയും കൃത്യമായി അറിയുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് അല്ലാഹുവിനെ അറിയലാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് എന്നുള്ളതാണ് ബഹുമാന്യനായ മുസന്നിഫ് റഹിമഹുല്ലാഹ് ഗ്രന്ഥകർത്താവ് ഈ വിഷയത്തിൽ ഈ ഗ്രന്ഥത്തിൽ ചർച്ച ചെയ്യുന്നത്. ഇനി ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ഒന്നാമത്തെ വിഷയം നമുക്ക് ചർച്ച ചെയ്യേണ്ടത് അതാണ്, മഅരിഫത്തുല്ലാഹ്, അല്ലാഹുവിനെ അറിയുക എന്നുള്ളതാണ്. എങ്ങനെയാണ് അല്ലാഹുവിനെ അറിയൽ? അല്ലാഹുവിനെ അറിയൽ എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞല്ലോ, ഒന്നാമതായി അവൻ നമ്മുടെ സൃഷ്ടാവാണ്, നമ്മുടെ സംരക്ഷകനാണ്, നമുക്ക് ഭക്ഷണം നൽകുന്നവനാണ്, നമുക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു തരുന്ന റബ്ബ്. ആ റബ്ബിനെ അറിഞ്ഞുകൊണ്ട് ആരാധിക്കുക, അതാണ് അറിഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെ അറിഞ്ഞ് ആരാധിച്ചവരാണ് മുൻകഴിഞ്ഞു പോയ നമ്മുടെ പ്രവാചകന്മാർ, മഹാന്മാരാകുന്ന ഔലിയാക്കൾ, സുദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ. അവരുടെ പാതയിലൂടെ വഴി നടത്താനാണ് നമ്മൾ റബ്ബിനോട് തേടിയത്. സത്യവിശ്വാസികളുടെ ഗുണം അല്ലാഹു തആല എടുത്തു പറയുന്നു, വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂലി തറാ അയ്യുനഹും തഫീദു മിനദ് ദംഇ മിമ്മാ അറഫു മിനൽ ഹഖ് യഖൂലൂന റബ്ബനാ ആമന്നാ ഫക്തുബ്നാ മഅശ്ശാഹിദീൻ. സത്യവിശ്വാസികൾ എങ്ങനെയാണ് റബ്ബിനെ അറിയുന്നതെന്നാണ് റബ്ബ് പഠിപ്പിക്കുന്നത്. വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂൽ, അല്ലാഹുവിൽ നിന്നും സൃഷ്ടാവായ റബ്ബുൽ ഇസ്സത്തിൽ നിന്നും പ്രവാചകരിലേക്ക് അല്ലാഹ് ഇറക്കി കൊടുത്ത ആ ഗ്രന്ഥത്തെ കുറിച്ച് അവർ കേട്ടാൽ, അല്ലാഹുവിന്റെ വചനങ്ങൾ അവർ കേട്ട് കഴിഞ്ഞാൽ, തറാ അയ്യുനഹും തഫീദു മിനദ് ദംഇ, അവരുടെ കണ്ണിൽ നിന്ന് തന്നെ കണ്ണുനീരൊഴുകുന്നത് നബിയെ താങ്കൾക്ക് കാണാൻ പറ്റും. അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകും. അവർ ഹൃദയം കൊണ്ട് ചിന്തിക്കും, എങ്ങനെയാണ് കണ്ണുനീരൊഴുകുന്നത്? ആ വചനത്തിന്റെ അല്ലെങ്കിൽ ആ വചനം ഓതുന്നതിന്റെ വശ്യ സൗന്ദര്യം മാത്രം ആലോചിച്ചുകൊണ്ടല്ല, മറ്റുള്ളവരുടെ കൂടെ കരയുകയല്ല, കേവലം ഒരു അഭിനയമല്ല. അല്ലാഹുവിൽ നിന്നും മനുഷ്യ സമൂഹത്തിലേക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥത്തിന്റെ മഹാത്മ്യവും അതിന്റെ സത്യവും അതിൽ ഉൾക്കൊള്ളുന്ന ഗാംഭീര്യമായ വസ്തുതകളും മനസ്സിലാക്കിക്കൊണ്ട് അറിഞ്ഞുകൊണ്ട്, അറിഞ്ഞുകൊണ്ട്, അതാണ് നമ്മുടെ വിഷയം. അല്ലാഹുവിനെ അറിയുക, അറിഞ്ഞുകൊണ്ടായിരിക്കണം. ആയത്തുകൾ കേൾക്കുമ്പോൾ റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കി, റബ്ബിനെ കുറിച്ച് അറിഞ്ഞ് ചിന്തിച്ചുകൊണ്ട് അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകുന്നത് നിനക്ക് കാണാം നബിയേ. യഖൂലൂന, എന്നിട്ട് അവർ പറയുകയും ചെയ്യും, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ആമന്നാ, ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു റബ്ബേ, ഫക്തുബ്നാ, ഞങ്ങളെ നീ രേഖപ്പെടുത്തണേ, ഞങ്ങളെ നീ എഴുതണേ, മഅശ്ശാഹിദീൻ, സാക്ഷ്യം വഹിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ പേരും നീ എഴുതി ചേർക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞ് അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകുന്നത് നിനക്ക് കാണാം നബിയേ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറഞ്ഞു കേൾപ്പിക്കപ്പെട്ടാൽ, അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ സത്യവിശ്വാസിക്കുണ്ടാകുന്ന ഒരു ഗുണമാണ് അല്ലാഹ് ഈ പരിചയപ്പെടുത്തുന്നത്. അത് നമ്മിലുണ്ടോ എന്നാണ് നാം അറിയേണ്ടത്, നാം ചിന്തിക്കേണ്ടത്. ഇല്ലെങ്കിൽ ഉണ്ടാക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്? പ്രവാചകൻ. ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത പ്രവാചകൻ, തെറ്റുകളിൽ നിന്ന് അല്ലാഹു തആല സംരക്ഷിച്ച പ്രവാചകൻ. ആ പ്രവാചകൻ
അലൈഹി വസല്ലം പോലും നിസ്കാരത്തിൽ അതല്ലാത്ത സമയത്തും അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടാൽ കരയുമായിരുന്നു എന്ന് കാണാം നമുക്ക് ചരിത്രങ്ങളിൽ. മാത്രമല്ല ലോകത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കളുടെ കഥകൾ മുഴുവൻ, ലോകത്ത് കഴിഞ്ഞുപോയ ചരിത്ര സംഭവങ്ങളിൽ അധികവും വിശുദ്ധ ഖുർആൻ എടുത്തു കൊടുത്തു. എന്തിനു വേണ്ടിയാണ് എടുത്തു കൊടുത്തത്? കേവലം ഒരു കഥ കേട്ട് തള്ളിക്കളയാനല്ല. അല്ലാഹു പറയുന്നു, ലഖദ് കാന ഫീ ഖസസിഹിം, വിശുദ്ധ ഖുർആനിൽ ചർച്ച ചെയ്ത, ഗ്രന്ഥത്തിൽ ചർച്ച ചെയ്ത കഥകളിലും ചരിത്രങ്ങളിലൊക്കെയുണ്ട് ഇബ്റതൻ ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടായിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ ഖുർആനിൽ, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ അള്ളാഹു ചരിത്രങ്ങൾ എടുത്തു കൊടുത്തത് എന്ന് അള്ളാഹു പറയുന്നു. അല്ലേ, നമ്മൾ എത്ര തവണ ഖുർആൻ പാരായണം ചെയ്തു, നമ്മൾ എത്ര തവണ ഈ ചരിത്രങ്ങൾ കേട്ടു. പക്ഷേ നമ്മുടെ കണ്ണുകൾക്ക് കരച്ചിൽ വന്നോ, നമ്മുടെ ഹൃദയങ്ങൾക്ക് പിടക്കൽ വന്നോ, നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വന്നോ? മാറ്റം വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായും നാം അറിയണം, നമുക്കെന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത് നാം പ്രത്യേകം മനസ്സിലാക്കണം. കാരണം അല്ലാഹുവിനെ നാം അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇതാണ് ഗൗരവത്തോടു കൂടി നാം അറിയേണ്ടത്. ഇതിനാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറയാം, എന്താണ്? ഇന്നമൽ മുഅ്മിനൂൻ, നിശ്ചയം അല്ലാഹുവിന്റെ സത്യവിശ്വാസികളാകുന്ന അടിമകൾ, സത്യവിശ്വാസികളായ അടിമകളുടെ ഒരു ഗുണം, ഒരു പ്ലസ് പോയിന്റ് അല്ലെടുത്ത് പറയാണ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് അവരോട് പറയപ്പെട്ടാൽ വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പിടപിടക്കും, അവരുടെ ഹൃദയങ്ങൾക്ക് കിടുകിടിലം സംഭവിക്കും, ഒരു പിടപിടക്കലുണ്ടാകും അവരുടെ ഹൃദയങ്ങൾക്ക്. അല്ലാഹുവിനെ ഞാൻ അറിഞ്ഞില്ലല്ലോ, അല്ലാഹുവിനെ ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ, ഈ സമയം വരെ എനിക്ക് റബ്ബ് തന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി ചെയ്തില്ലല്ലോ. ജനനം മുതൽ അല്ലാഹ് എന്നെ വളർത്തിക്കൊണ്ടുവന്നു, അല്ല ജനനത്തിന്റെ മുമ്പ് മുതൽ ഗർഭപാത്രത്തിൽ അവിടെ മുതൽ എന്നെ വളർത്തിക്കൊണ്ടുവന്നു, എന്നെ രൂപാന്തരപ്പെടുത്തി 4-ാം മാസം മുതൽ എന്റെ ഹൃദയത്തിന് മിടിപ്പ് തന്നു. ഈ സമയം വരെ ആ ഒരു സെക്കൻഡ് നേരത്തേക്ക് ആ ഹൃദയത്തിന്റെ മിടിപ്പ് നിന്ന് പോയിട്ടില്ല. ലോകത്ത് ഇന്നേ വരെ കണ്ടുപിടിച്ചിട്ടില്ലാത്ത ക്യാമറകൾ, അതിനേക്കാൾ ഏറ്റവും വലിയ ക്യാമറയാകുന്ന കണ്ണെനിക്ക് തന്നു. ലോകത്തെ ഏറ്റവും വലിയ ക്യാമറ ഏതെന്ന് ചോദിച്ചാൽ അത് മനുഷ്യന്റെ കണ്ണാണ്. മാത്രമല്ല ആ കണ്ണുകൊണ്ട് കാണുമ്പോൾ തന്നെ ഏറ്റവും വേഗതയിൽ അത് മെമ്മറിയിൽ ഉൾക്കൊള്ളുകയാണ്. അങ്ങനെ ഇന്നേ വരെ ലോകത്തൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. മനുഷ്യന്റെ കൈവിരലുകൾ അത്ഭുതങ്ങളുടെ കലവറയാണ്. മനുഷ്യന്റെ ദഹനേന്ദ്രിയം അത്ഭുതങ്ങളുടെ കലവറയാണ്. ഇങ്ങനെ ഏത് ശരീരത്തിന്റെ കോണിൽ എന്തുണ്ടോ അതൊക്കെ നാം പരിശോധിക്കുക. വഫീ അൻഫുസികും, നിങ്ങളുടെ ശരീരത്തിൽ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാനും കാണാനുമുണ്ട്, അറിയാനുമുണ്ട്. അതുപോലെയുള്ള ശരീരഘടന തന്ന, സംരക്ഷിച്ചു പോരുന്ന എന്റെ റബ്ബിനെ കുറിച്ച് ഞാൻ അറിഞ്ഞില്ലല്ലോ, ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ എന്ന് പറഞ്ഞ്, എന്ന് ചിന്തിച്ച്, എന്ന് കരുതിക്കൊണ്ട് റബ്ബിനെ കുറിച്ച് പറയപ്പെട്ടാൽ സത്യവിശ്വാസിയുടെ ഹൃദയം, മനസ്സ് കിടിലം കൊള്ളണമെന്ന് അല്ലാഹു പറയാണ്. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, അല്ലാഹുവിന്റെ ആയത്തുകൾ അവരുടെ മേൽ ഓതി കേൾപ്പിക്കപ്പെട്ടാലോ സാദതുഹും ഈമാനാ, അവരുടെ ഈമാൻ വർദ്ധിച്ചു പോകും, അവരുടെ വിശ്വാസം അധികരിക്കും, അവരുടെ വിശ്വാസം വർദ്ധിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അവരുടെ റബ്ബിന്റെ മേൽ ബലമേൽപ്പിക്കും. അവനാണ് സത്യവിശ്വാസി. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ അവന്റെ ഹൃദയങ്ങൾക്ക് കിടിലമുണ്ടാകും. അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവന്റെ ഈമാൻ വർദ്ധിക്കും. മാത്രമല്ല അവൻ അവന്റെ റബ്ബിന്റെ മേൽ ബലമേൽപ്പിക്കും. ഈ 3 സത്യവിശ്വാസിയുടെ ഗുണങ്ങളാണ്. ഈ 3 കാര്യങ്ങൾ അവനില്ലെങ്കിൽ അവന്റെ വിശ്വാസം പരിപൂർണമായിട്ടില്ല എന്നർത്ഥം.
ഇത് നമ്മൾ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കണം. അള്ളാഹുവിനെ അറിയേണ്ടുന്നത് ഈ രീതിയിലാണ്. അങ്ങനെ അറിഞ്ഞാലേ നമ്മുടെ ആരാധനയ്ക്ക് മാധുര്യം ഉണ്ടാവും. നമ്മുടെ ആരാധനയ്ക്ക് ഒരു മാധുര്യമുണ്ട്. ആ മാധുര്യം നമുക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹനെ അറിഞ്ഞ് ആരാധിക്കണം. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, എന്റെ കണ്ണിന് കുളിർമ നൽകുന്നത് എനിക്ക് നമസ്കാരത്തിനാണ്, എന്റെ മനസ്സിന് സമാധാനം നൽകുന്നത് എന്റെ നമസ്കാരമാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞത്? റസൂലുള്ളാഹിന്റെ നമസ്കാരം, പ്രവാചകന്റെ നമസ്കാരം അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ടുള്ള ആരാധനയായിരുന്നു. അങ്ങനെയാവണം ആരാധന. പ്രവാചകനോട് വന്നിട്ട് മാലാക ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ മാലാക വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് പ്രവാചക നന്മ? യഥാർത്ഥത്തിൽ നന്മ എന്താണ്? കൃത്യമായ നന്മ ഏതാണ്? ഏതൊരു കാര്യത്തെയാണ് നന്മയുടെ കർമ്മം എന്ന് നമുക്ക് പറയാൻ പറ്റുക? പ്രവാചകൻ കൊടുത്തൊരു മറുപടി എന്താണ്? പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്ത മറുപടി എന്താണ്? നന്മ, അൽ ഇഹ്സാൻ, നന്മ അൻ തഅബ്ദുല്ലാഹ്, നീ അല്ലാഹുവിനെ ആരാധിക്കലാണ്. കഅന്നക തറാഹു, അല്ലാഹുവിനെ കാണും പോലെ നീ ആരാധിക്കണം. അല്ലാഹുവിനെ കാണും പോലെ നാം ആരാധിക്കണം അല്ലാഹുവിനെ. നമസ്കാരത്തിൽ ഹൃദയത്തിന്റെ മേലെ കൈവച്ചുകൊണ്ട് നമ്മൾ നമസ്കാരത്തിൽ നിൽക്കുമ്പോൾ അള്ളാന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്, അള്ളാഹ് എന്നെ കാണുന്നു എന്ന ചിന്തയോടുകൂടിയാണ് അല്ലാഹുവിനെ ആരാധിക്കേണ്ടത്. നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹ് നിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട്. നീ ദൈവത്തെ കാണുന്നില്ലെങ്കിലും അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹ് നിന്നെ സദാസമയം കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടെ, എന്ന അറിവോടുകൂടി നീ ഏത് ആരാധന ചെയ്തോ ആ ആരാധനക്കാണ് നന്മയുടെ ആരാധന, നന്മയുടെ പ്രവൃത്തി എന്ന് പറയാം. അല്ലാത്തതൊന്നും നന്മയുടെ പ്രവൃത്തിയല്ല. ഏത് കർമ്മം ചെയ്യുമ്പോഴും അള്ളാഹ് എന്നെ കാണുന്നുണ്ട്, അള്ളാഹിന്റെ പ്രീതിക്ക്, അള്ളാഹുവിന്റെ പ്രീതി വജഹ് ഉദ്ദേശിച്ച്, പരലോക മോക്ഷം ഉദ്ദേശിച്ച്, അതല്ലാതെ ഒരു കർമ്മവും അള്ളാഹുവിന് വേണ്ട, അതല്ലാത്ത ഒരു കർമ്മവും നന്മയുടെ കർമ്മമായി മാറില്ല എന്നുകൂടി അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലേ, നമ്മൾ മുമ്പൊരിക്കൽ ചർച്ച ചെയ്ത ഒരു വിഷയത്തിൽ കാണാൻ നമുക്ക് 7 വിഭാഗം അർശിന്റെ തണൽ. നാളെ പരലോകത്ത് ചൂടുള്ള കോടാനുകോടി ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ചുട്ടുകൊള്ളുന്ന സൂര്യന്റെ താഴെ അവരെ നിലനിർത്തുന്ന ആ ഒരു രംഗത്തെ കുറിച്ച് റസൂലുള്ളാഹി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ 7 വിഭാഗത്തിന് അല്ലാഹു തആല അർശിന്റെ തണലിട്ട് കൊടുക്കും. അതിലൊരു വിഭാഗത്തെ കുറിച്ച് റസൂൽ പറഞ്ഞത് എന്താണ്? ഒരു വ്യക്തി, ആ വ്യക്തി ആരാ? അല്ലാഹുവിനെ ഓർക്കുന്ന വ്യക്തിയാണ്. അല്ലാഹുവിനെ ധാരാളം ഓർക്കും. ഖാലിയൻ, ഒറ്റയ്ക്കിരുന്നു. അത് അതിന് കഴിയണം നമുക്ക്. അല്ലാഹനെ അറിയാൻ, അല്ലാഹനെ ഓർക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം അതാണ്. ഒറ്റയ്ക്കിരുന്ന് അല്ലാഹുവിനെ കുറിച്ച് ഓർക്കണം, അല്ലാഹ് ചെയ്ത അനുഗ്രഹത്തെ കുറിച്ച് അറിയണം. ഖാലിയൻ, ഒറ്റയ്ക്കിരുന്ന്, കൂട്ടത്തിലല്ല. കൂട്ടത്തിൽ കരയാൻ ചിലപ്പോൾ എല്ലാവർക്കും കഴിയും, അല്ലേ? ഹറമിലൊക്കെ അല്ലെങ്കിൽ വലിയ സദസ്സുകളിലൊക്കെ ഖുർആൻ പാരായണം കേട്ട് അർത്ഥം ചിന്തിച്ച് കുറച്ച് ആൾക്കാർ കരയുമ്പോൾ അത് കണ്ട് നമ്മളും കരയും. അങ്ങനെ കരയല്ല, ഒറ്റയ്ക്കിരുന്ന് അല്ലാഹനെ കുറിച്ച് ഓർത്ത് കരയുന്ന വ്യക്തി, ആ വ്യക്തിക്ക് കോടാനുകോടി ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന മഹ്ശറ വൻസഭയിൽ ആരാർക്കും കിട്ടാത്ത അർശിന്റെ തണൽ അവന് കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ടോ അവൻ അല്ലാഹുവിനെ ഓർക്കുന്നു. ഖാലിയൻ, ഒറ്റയ്ക്കിരുന്നുകൊണ്ട്. അങ്ങനെ അവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് ധാരാളമായി ഒഴുകി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനത്തവന് അർശിന്റെ തണൽ ലഭിക്കും. അപ്പോ അർത്ഥം ചിന്തിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കി, ജാടകൾക്കല്ലാതെ, അഭിനയങ്ങൾക്കല്ലാതെ, ബാഹ്യമായ പ്രവർത്തനങ്ങൾക്കല്ലാതെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളിലുള്ള നന്മ ചെയ്യാം. അതേ അള്ളാഹ്ക്ക് വേണ്ടൂ. അല്ലാത്ത ഒരു അമലും അള്ളാഹ് സ്വീകരിക്കൂല, അള്ളാഹ്ക്ക് വേണ്ട. അള്ളാഹ് പറഞ്ഞല്ലോ, അള്ളാഹ് നിങ്ങളുടെ രൂപത്തിലേക്കും ഭാവത്തിലേക്കും ഒന്നും അള്ളാഹിന്റെ നോട്ടമില്ല. അള്ളാഹ് അതൊന്നും നോക്കുന്നില്ല. പക്ഷേ അള്ളാഹുവിന്റെ നോട്ടം നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. അവിടെ സംശുദ്ധീകരണം ഉണ്ടാവണം, അവിടെ റബ്ബിനെ കുറിച്ച് ഓർക്കാൻ കഴിയണം, അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയുള്ള കർമ്മമാകണം, ഇഖ്ലാസ് ഉണ്ടാവണം. അല്ലാത്തൊരു കർമ്മം അള്ളാഹ്ക്ക് വേണ്ട. അതാണല്ലോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ മറ്റൊരിക്കൽ, മനുഷ്യ ശരീരത്തിൽ
ഒരു മാംസ കഷ്ണമുണ്ട്. അല ഇന്ന ഫിൽ ജസദി മുദ്അ, മനുഷ്യ ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട്. ഇദാ സുൽഹത്, ആ മാംസ കഷ്ണം നന്നായാൽ സുൽഹൽ ജസദു കുല്ലു, അവൻ മൊത്തം നന്നായി. വഇദാ ഫസദത്, ആ മാംസ കഷ്ണം കേടുവന്നാലോ ഫസദൽ ജസദു കുല്ലു, അവൻ മൊത്തം നാശമായി. എത്ര മുതൽ മാംസ കഷ്ണം? അലാ, റസൂലുള്ളാഹി പറഞ്ഞു, അറിയണേ, വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ്. അല്ലാഹുവിന്റെ നോട്ടം അങ്ങോട്ടാണ്. ആത്മാർത്ഥത വരേണ്ടത് അവിടെ നിന്നാണ്. അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിക്കുന്നത് ഹൃദയത്തിൽ നിന്നാണ്. അവിടെ കൊള്ളണം, അവിടെ കൊള്ളണം. അതാണ് അല്ലാഹുവിന്റെ ആയത്തുകൾ കേട്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സ്വഹാബത്ത് നമുക്ക് വിവരിച്ചു തരുന്ന സ്ഥലങ്ങളിൽ കാണാം. നമുക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിന് വേണ്ടി കൈകെട്ടിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ നിന്ന് വരും ഒരു സൗണ്ട്. ഹൃദയത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു ശബ്ദം. എങ്ങനത്തെ ശബ്ദം? പാത്രത്തിൽ നമ്മൾ ചുടുവെള്ളം തിളപ്പിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ശബ്ദമില്ലേ, അതുപോലത്തെ ഒരു ശബ്ദം ബാഹ്യമായിട്ട് പോലും റസൂലുള്ളാഹിന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നത് പിന്നിൽ നിന്ന് ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നെന്ന് റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് പറയുന്നുണ്ടെങ്കിൽ, ലോകത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത പ്രവാചകൻ പോലും അള്ളാഹുവിനെ എത്ര കണ്ട് പേടിച്ചു, അള്ളാഹുവിനെ എത്ര കണ്ട് മനസ്സിലാക്കി, അള്ളാഹുവിന്റെ ആയത്തുകൾ എത്ര കണ്ട് മനസ്സിലാക്കി എന്നുള്ളത് നാം പ്രത്യേകം മനസ്സിലാക്കുക. റസൂലുള്ളാഹിന്റെ കണ്ണിൽ നിന്ന് കരച്ചിലും വരും, അതോടൊപ്പം തന്നെ ഇതുപോലത്തെ ഒരു ശബ്ദം പുറത്തേക്ക് വരും. അതാണ് അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞത്, അള്ളാഹുവിന്റെ നോട്ടം ഹൃദയത്തിലേക്കാണ്. മറ്റൊരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞല്ലോ, അത്തഖ്വാ ഹുനാ, അത്തഖ്വാ ഹുനാ, അത്തഖ്വാ ഹുനാ. ഇവിടെയാണ് തഖ്വ, ഇവിടെയാണ് തഖ്വ, ഇവിടെയാണ് തഖ്വ. എന്താ തഖ്വ എന്ന് പറഞ്ഞാൽ? സൂക്ഷ്മത, ദൈവഭക്തി, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി. അത് ശരിക്കും വരേണ്ടത് എവിടെ നിന്നാണ്? ഹൃദയത്തിൽ നിന്ന്. ബാഹ്യമായ പ്രവർത്തനങ്ങൾ ആർക്കും വേണ്ട, ആർക്കും വേണ്ട. എത്രത്തോളം ബാഹ്യമായ പ്രവർത്തനങ്ങൾ, ആത്മാർത്ഥതയില്ലാത്ത, ഹൃദയം ഉൾക്കൊള്ളാത്ത, യഥാർത്ഥ ആത്മാർത്ഥതയോടുകൂടി ഇല്ലാത്ത പ്രവർത്തനങ്ങളാണെങ്കിൽ ആ പ്രവർത്തനങ്ങളുമായി നാളെ പരലോകത്ത് അവൻ വരുമ്പോ അവന് ആട്ടി അകറ്റപ്പെടുമെന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എത്രത്തോളം യോദ്ധാവിനെ പോലും യുദ്ധക്കളത്തിൽ തന്റെ ശരീരവും തന്റെ സമ്പത്തും എല്ലാം ചെലവഴിച്ച് രക്തവും ശരീരവും എല്ലാം കൊടുത്ത് രക്തസാക്ഷിയായ യോദ്ധാവ് വരെ പരലോകത്ത് വരും. ആ യോദ്ധാവ് വരെ വരുമ്പോ ആ യോദ്ധാക്കളിൽ നിന്ന് ചിലവരെ മാറ്റി നിർത്തപ്പെടും. എന്താ അവനോട് പറയുന്നത്? നീ ജനങ്ങൾ കാണാൻ വേണ്ടി യുദ്ധം ചെയ്തു, അവിടെ നിന്ന് കിട്ടിയില്ല, ഇവിടെ ഒന്നുമില്ല. അല്ലാഹു തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആയതുകൊണ്ട് റിയാഉള്ള അമല്, ലോകമാന്യത്തിന് വേണ്ടിയുള്ള കർമ്മം അല്ലാഹ്ക്ക് വേണ്ട. അതല്ലാത്ത ആത്മാർത്ഥതയുള്ള കർമ്മം, ഹൃദയം തൊട്ടറിഞ്ഞുകൊണ്ടുള്ള കർമ്മമാണോ, തീർച്ചയായും അവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരും എന്നുള്ളത് നാം പ്രത്യേകം മനസ്സിലാക്കുക. അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതുമ്പോൾ അത് വരണം നമുക്ക്. ഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കണം. വർദ്ധിക്കുന്നവരാവണം സത്യവിശ്വാസികൾ. അപ്പോഴേ നമ്മൾ യഥാർത്ഥ മുഅ്മിനീകളാവുള്ളൂ. റസൂലുള്ളാഹി മജീദ് പറഞ്ഞല്ലോ, ശയ്യബത്തിനി ഹൂദ് വ അഖവാത്. റസൂലുള്ളാഹി പറയാ, എന്നെ നരപ്പിച്ചത്, എനിക്ക് നര വന്നത് അല്ലാഹുവിന്റെ ഖുർആനിലെ ചില സൂറത്തുകളാണ്. വിശുദ്ധ ഖുർആനിലെ ചില അധ്യായങ്ങൾ അവതരിപ്പിച്ചപ്പോ അതിന്റെ അർത്ഥ ഗാംഭീര്യമോർത്ത് എന്റെ മുടി വരെ നരച്ചു പോയെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര തവണ നമ്മൾ ഓതി. മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ നമുക്ക് ശയ്യബത്തിനി ലെ സഹാബത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ് റസൂലുള്ളാഹിയോട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഖദ് ശിബ്ത യാ റസൂലല്ലാഹ്, നരച്ചുല്ലേ, നേരൊക്കെ തുടങ്ങിയില്ലേ? നമ്മൾ സാധാരണ കണ്ടാൽ ചോദിക്കുമല്ലോ അല്ലേ, നരച്ചകടാ, നേരൊക്കെ തുടങ്ങിയല്ലോ. അപ്പൊ നമുക്ക് പറയാനുള്ള മറുപടി ഇങ്ങനെ നിരക്കായിരിക്കും, ഭയങ്കര ടെൻഷനാണ് സുഹൃത്തെ, ഭയങ്കര ടെൻഷനാണ്, ഭയങ്കര പ്രശ്നങ്ങളാണ്. നമുക്ക് അങ്ങനെയാണല്ലോ, നമുക്ക് ടെൻഷനുണ്ടാണ്. നമ്മൾ ചിലപ്പോ പറയുന്നത്, ആ ശയ്യബത്തിനി അഖവാത്തി, എന്റെ പെങ്ങന്മാരെന്നെ നരപ്പിച്ചു എന്ന് നമ്മൾ പറയാം. നബി പറഞ്ഞത് ഹൂദും പെങ്ങന്മാരും നരപ്പിച്ചു. നമ്മൾ പറയുമ്പോഴത്തേക്കും നമ്മളെ പെങ്ങന്മാര്, നമ്മളെ പെങ്ങന്മാരെ കാര്യം ആലോചിച്ച്, ബാക്കിയുള്ളവരുടെ കാര്യം ആലോചിച്ച് അങ്ങനെയൊക്കെ നരപ്പിച്ചു, അല്ലെങ്കിൽ ബാക്കിയുള്ള വിഷയങ്ങൾ ടെൻഷനോട് അങ്ങനെയൊക്കെ നരപ്പിച്ചു. റസൂലുള്ളാഹിനെ നരപ്പിച്ചത് ദുനിയാവല്ല. ദുനിയാവിൽ വലിയ പ്രതിസന്ധിയും പ്രയാസം മുത്തുനബി അനുഭവിച്ചിട്ടുണ്ട്. 2-2.5 വർഷത്തോളം
ഏകദൈവ വിശ്വാസം പ്രബോധനം ചെയ്തു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മക്കയിലുണ്ടായിരുന്ന ശത്രുക്കൾ പ്രവാചകനെയും ശിഷ്യന്മാരെയും 2-2.5 വർഷം ഉപരോധം ഏർപ്പെടുത്തി. കയ്യിലുള്ള പൈസ കൊടുത്തിട്ട് പോലും ഭക്ഷണം കൊടുക്കാതെ ബുദ്ധിമുട്ടിച്ചു, പ്രയാസപ്പെടുത്തി. അങ്ങനെ വലിയ പ്രയാസങ്ങൾ പ്രവാചകൻ സഹിച്ചിട്ടുണ്ട്. അത് നമ്മൾ അറിയണം, പഠിക്കണം. എന്നിട്ട് മൃഗങ്ങൾ കഴിക്കുന്ന കായ്ക്കനികളൊക്കെ അല്ലേ, പച്ചിലകളും കായ്ക്കനികളും തിന്നിട്ട് മൃഗങ്ങൾ കാഷ്ടിക്കുന്നത് പോലെ ഞങ്ങൾ കാഷ്ടിക്കുമായിരുന്നു എന്ന് സ്വഹാബത്ത് റിപ്പോർട്ട് ചെയ്തു തരുന്നുണ്ട് നമുക്ക് സംഭവങ്ങൾ. ഞാൻ പറഞ്ഞു വന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുനിയവിയായ ജീവിതം സുഖസുന്ദരമായ ജീവിതമൊന്നുമായിരുന്നില്ല. വിശന്നിട്ട് വീട്ടിലിരിക്കാൻ സഹിക്കാതെ പുറത്തേക്ക് ഇറങ്ങിയ സന്ദർഭങ്ങളുണ്ട്. പ്രവാചകന് വിശന്നപ്പോ തന്റെ ശിഷ്യന്മാർക്കും വിശന്നു. കാരണം പ്രവാചകൻ കഴിക്കുന്നുണ്ടെങ്കിൽ ശിഷ്യന്മാർ കഴിക്കും, ശിഷ്യന്മാർ കഴിക്കുന്നുണ്ടെങ്കിൽ പ്രവാചകനും കഴിക്കും. അല്ലേ? നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി നിരപ്പിച്ചത് ദുനിയാവായിരുന്നില്ല, പ്രതിസന്ധികളായിരുന്നില്ല, പ്രയാസങ്ങളായിരുന്നില്ല. 11 കുടുംബം റസൂലുള്ളാഹി പോറ്റിയിരുന്നു. റസൂലുള്ളാഹി വഫാത്താകുമ്പോൾ 9 കുടുംബത്തിന്റെ കുടുംബനാഥനായിരുന്നു റസൂലുള്ളാഹി. അതൊന്നും റസൂലുള്ളാഹിനെ വിഷമിപ്പിച്ചില്ല, റസൂലുള്ളാഹിനെ നരപ്പിച്ചില്ല, മുടി നരപ്പിച്ചില്ല. അബൂബക്കർ ചോദിക്കുക, ശിബുദ്ധയാ റസൂലുള്ളാഹി? നരച്ചില്ല നബിയെ. കാല, അതേ അബൂബക്കറെ, ശിബുദ്ധനി അല്ല ശയ്യബത്തിനി, എന്നെ നരപ്പിച്ചു. ഏത്? ഹൂദ്, സൂറത്തുൽ ഹൂദ് എന്നെ നരപ്പിച്ചു അബൂബക്കറെ. വൽവാഖിയ ഇദാ വഖഅത്തിൽ വാഖിയ, ആ അധ്യായം എന്നെ നരപ്പിച്ചു അബൂബക്കറെ. വൽമുർസലാത്തി ഉർഫാ, ആ അധ്യായം എന്നെ നരപ്പിച്ചു അബൂബക്കറെ. വഅമ്മ യതസാഅലൂൻ, ആ അധ്യായവും എന്നെ നരപ്പിച്ചു അബൂബക്കറെ. ഇദ ശംസു കുവ്വിറത്, ഈ അധ്യായവും എന്നെ നരപ്പിച്ചു. പറയപ്പെട്ട അധ്യായങ്ങളൊക്കെ പരലോകത്തെ കുറിച്ച്, ഖിയാമത്ത് നാളിനെ കുറിച്ച്, ഖിയാമത്ത് നാളിന്റെ അന്ത്യനാളിന്റെ അപകടങ്ങളെ കുറിച്ചും ഭയാനകതയെ കുറിച്ചും പറയുന്ന അധ്യായങ്ങളാണ്. ആ അധ്യായങ്ങൾ എന്നെ നിരപ്പിച്ചു എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറയാണ്. ആഖിറത്തിനെ ഓർത്തിട്ട് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നിട്ടുണ്ടോ? ആഖിറത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ട്, അല്ലാഹ് ചെയ്ത അനുഗ്രഹത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് നമ്മുടെ ഹൃദയങ്ങൾ പിടച്ചിട്ടുണ്ടോ? പരലോക ചിന്ത കൊണ്ട് റബ്ബിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ട് നമ്മുടെ മുടികളിൽ ഒന്നെങ്കിലും നരച്ചു പോയിട്ടുണ്ടോ? നമ്മൾ മുഅ്മിനീങ്ങളാണ്, നമുക്കും വേണം സ്വർഗം. അല്ലാഹുവിന്റെ ചോദ്യമാണ്, നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ല, വെറുതെ സൃഷ്ടിച്ചതല്ല, അധ്വാനിച്ചാൽ മാത്രമേ നാളെ പരലോകത്ത് കിട്ടുള്ളൂ. അപ്പൊ അറിയുക, അള്ളാഹുവിനെ അറിയുക, അറിഞ്ഞുകൊണ്ട് അള്ളാഹിനെ ആരാധിക്കുക. അള്ളാഹുവിനെ അറിയണമെങ്കിൽ തീർച്ചയായും അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയണം. അതിന് അള്ളാഹ് ചെയ്യുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് അറിയാൻ, റബ്ബിനെ ശുക്ർ ചെയ്യുന്ന, അള്ളാഹുവിനെ സ്മരിക്കുന്ന, ദിക്ർ ചെയ്യുന്ന ഒരു മനസ്സുണ്ടാവാൻ നമുക്ക് കഴിയണം. അങ്ങനത്തെ മനസ്സിന് ഉടമയായാൽ, അങ്ങനത്തെ അതുകൊണ്ട് തന്നെ കണ്ണിൽ നിന്നും കണ്ണുനീരൊലിക്കുന്ന കണ്ണുകൾക്ക് ഉടമയായാൽ നരകം പോലും അവനെ സ്പർശിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസിൽ കാണാം, നമുക്ക് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ലാ യലിജുന്നാറു റജുലുൻ, ഒരു വ്യക്തിയെ നരകം സ്പർശിക്കുകയില്ല. കബക മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞ ഒരു വ്യക്തി, അല്ലാഹുവിനെ ഓർത്ത് കരഞ്ഞ വ്യക്തിയുടെ കണ്ണുകളെ നരകം സ്പർശിക്കില്ല, അവനെ നരകം സ്പർശിക്കില്ല, ആ വ്യക്തിയെ തന്നെ നരകം സ്പർശിക്കില്ല. എത്രത്തോളം ഹത്താ യഊദൽ ലബനു ഫിൽ ളറ, കറന്നെടുത്ത പാല്, പശുവിന്റെ അകിടിൽ നിന്നും കറന്നെടുത്ത പാല് തിരിച്ച് അകിടിലേക്ക് കയറി പോവോ? അങ്ങനെ കയറി പോകുന്നത് എത്ര കണ്ട് അസംഭവ്യമാണോ അതുപോലെ അസംഭവ്യമാണ് അള്ളാഹിനെ കുറിച്ച്, സൃഷ്ടാവിനെ കുറിച്ച്, പ്രപഞ്ചനാഥനെ കുറിച്ച് ചിന്തിച്ച് കരഞ്ഞവനെ അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാകുന്ന ആ അടിമയെ നരകം സ്പർശിക്കില്ല എന്നുള്ളത് അത്ര കണ്ട് സത്യമാണ്, ഒരിക്കലും ഉണ്ടാവില്ല. അത്ര കൃത്യമായിട്ട് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരാണ്. അതോടൊപ്പം തന്നെ മറ്റൊരാളെയും, ആരാണത്? അതേപോലെ തന്നെ അള്ളാന്റെ മാർഗത്തിൽ കാവലിരുന്ന കണ്ണ്
അള്ളാന്റെ മാർഗത്തിൽ കാവലിരുന്ന കണ്ണിനെയും അള്ളാന്റെ മാർഗത്തിൽ അള്ളാന്റെ ആയത്തുകളെ കുറിച്ച് ചിന്തിച്ച് കരഞ്ഞ കണ്ണുകളെയും നരകം സ്പർശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ മാർഗത്തിൽ കുറച്ച് സമയം ചെലവഴിക്കണം എന്ന് നമ്മളോട് പറഞ്ഞതിന് മാത്രം നമുക്ക് നേരമില്ല. ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് നേരമുണ്ട്. എപ്പോഴാണ് നമ്മുടെ ഈ ടൈം, നമ്മുടെ ഈ ഒരു ഓടിപ്പാച്ചിൽ അവസാനിക്കുന്നറിയാം? മരണം നമ്മുടെ കൺമുന്നിൽ കാണുമ്പോഴാണ്. ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് നേരമുണ്ട്. ദുനിയാവിന് വേണ്ടി പരക്കം പാകിയ നമ്മൾ, അല്ലേ? അതാണ് അല്ലാഹു ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, അല്ലേ? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യൻ അവന്റെ റബ്ബിനോട് നന്ദി കെട്ടവനായി പോയി. കാരണം വഇന്നഹു അലാ ഹുബ്ബിൽ ഖൈരി ലശദീദ് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. ദുനിയാവിനോടുള്ള പ്രേമം അതവനെ മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് തന്നെ അവൻ അല്ലാഹുവിനോട് നന്ദി കെട്ടവനായി പോയി. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാൻ, അല്ലാഹുവിനെ സ്മരിക്കാൻ, അല്ലാഹുവിന് നന്ദി ചെയ്യാൻ, അല്ലാഹുവിനെ അറിയാനുള്ള ഒരു മനസ്സ് അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. പല കാര്യങ്ങളിലും നമ്മൾ കരഞ്ഞു, അല്ലേ? എന്തെല്ലാം പ്രശ്നങ്ങളിലും നമ്മൾ കരഞ്ഞു. ആഖിറത്തിനെ കുറിച്ച് ഓർത്ത് നമ്മൾ കരഞ്ഞു ഇല്ലല്ലോ? നമ്മളെ ഉമ്മ മരിച്ചാലും ഉപ്പ മരിച്ചാലും അല്ലെ എന്തെങ്കിലും നഷ്ടം വന്നാൽ നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളം ഒന്ന് കുറഞ്ഞാൽ വരെ നമ്മൾ ചിലപ്പോൾ കാര്യം അപ്പൊ തന്നെ നമ്മളാകെ ടെൻഷനാണ്, നമ്മളാകെ വെള്ളം. എന്നാൽ ആഖിറത്തിനെ കുറിച്ച് ഓർത്ത് എനിക്ക് മരിക്കണം എന്ന് എത്ര പേര് മരിച്ചുപോയി നമ്മുടെ മുന്നിൽ നിന്ന്, അവരെ കുറിച്ച് ഓർത്ത് നമ്മൾ കാര്യം അതിനൊന്നും കുറിച്ചൊന്നും നമുക്ക് പ്രയാസം വരുന്നില്ല. നമ്മുടെ മനസ്സിന്റെ പ്രശ്നമാണത്. ചികിത്സിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് ഒരു ഖുതുബ എടുത്തു കൊടുത്തു, ഒരു പ്രഭാഷണം. സ്വഹാബത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്കത് പറഞ്ഞു തരുന്നുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖതബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രഭാഷണം നടത്തി. ഖുതുബതൻ, ഒരു വല്ലാത്തൊരു പ്രഭാഷണം, അല്ലേ? ഞങ്ങൾ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്തൊരു പ്രഭാഷണം. എന്നിട്ട് റസൂലുള്ളാഹി ആ പ്രഭാഷണത്തിന്റെ അവസാനം എന്നോണം ഞങ്ങളോട് പറഞ്ഞു, ലൗ തഅലമൂന മാ അഅലമു, ഞാൻ അറിഞ്ഞതെങ്ങാനും നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, ഞാൻ അറിഞ്ഞ കാര്യങ്ങളെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, ലവഹിത്തും ഖലീല, ദുനിയാവിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നിങ്ങൾ ജീവിക്കൂല. ലവഹിത്തും ഖലീല, വളരെ കുറഞ്ഞ നിങ്ങൾ ദുനിയാവിൽ ഇങ്ങനെ ചിരിച്ച് ഉല്ലസിച്ച് നടക്കുള്ളൂ. ലബകൈതും കസീറ, നിങ്ങൾ ധാരാളം കരയുമായിരുന്നു. ഒരു പ്രവാചകൻ പ്രപഞ്ചനാഥനായ റബ്ബുൽ ഇസ്സത്തിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഞാൻ അറിഞ്ഞതെന്നാൽ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ചിരിച്ചുല്ലസിച്ച് അടിച്ചു പൊളിച്ചുള്ള ജീവിതങ്ങളൊന്നും നശിപ്പിക്കൂല, നിങ്ങൾ ധാരാളം അല്ലാഹുവിനെ കുറിച്ച് ഓർത്ത് കരയുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്ന ഹദീസ് മഹാന്മാരായ സ്വഹാബത്ത് നമുക്ക് റിപ്പോർട്ട് ചെയ്തു തരുന്നുണ്ട്. അപ്പോ കുറച്ച് സമയം ജീവിതത്തിൽ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാൻ മാറ്റിവെക്കാം. രാത്രി നിന്ന് നമസ്കരിക്കും റസൂലുള്ളാഹി, കാലിൽ നീര് ഒരുപാട് നിസ്കരിക്കും. ഐഷുമ്മ ബീവിയുടെ ഒരു ചോദ്യമുണ്ട്, അല്ലയോ റസൂലേ, കഴിഞ്ഞു പോയ പാപങ്ങളും വരാൻ പോകുന്ന പാപങ്ങളൊക്കെ പുറത്തു തന്ന പ്രവാചകനാകുന്ന അങ്ങ് എന്തിനാണ് ഇത്രയധികം കഷ്ടപ്പെടുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി, അഫലാ അകൂന അബ്ദൻ ശകൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാകട്ടെ ആയിഷ എന്ന. അതുപോലെ മറ്റൊരു സംഭവം റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ നടന്നു. അതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്കൊന്ന് മീറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ. എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് വരികയാണ്. റസൂലുള്ളാഹിന്റെ ഭാര്യ നമ്മുടെ ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, അല്ലേ? ആയിഷ ബീവിയോട് വന്നിട്ട് പറയാണ്, എന്താണ്? ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ, ഞാനിന്ന് അതിന്റെ ഒരു തുടക്കമുണ്ട്. എന്താ തുടക്കം എന്ന് പറയും? അബ്ദുൽ മലിക് ഇബ്നു അബി സുലൈമാൻ അത്തായിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യാം, ഞാനും ഉബൈദ് ഇബ്നു ഉമൈറും ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് പോയി. ആരാ പറയുന്നത്? അബ്ദുൽ മലിക് പറയാം, ഞാനും ഉബൈദ് ഇബ്നു ഉമൈറും കൂടെ ആയിഷ ബീവിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ആയിഷ ബീവിയോട്, ഉമ്മ, ഞങ്ങൾക്ക് നബിയുടെ ജീവിതത്തിൽ അങ്ങേക്ക് മറക്കാൻ പറ്റാത്ത, അങ്ങയുടെ ഭർത്താവായിരുന്നല്ലോ റസൂലുള്ളാഹി, അങ്ങേക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഒന്ന് പറഞ്ഞു തരാമോ ഞങ്ങൾക്ക് എന്ന് ആയിഷ ബീവിയോട് ചോദിച്ചപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ
ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ അങ്ങനെ മഹദി നിങ്ങളെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം അതൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? റിപ്പോർട്ട് ചെയ്യുന്ന സംഭവം റിപ്പോർട്ടർ പറയാണ്, മഹദി കുറച്ചേരം ഇങ്ങനെ മിണ്ടാണ്ടിരുന്നൊന്ന് ചിന്തിച്ചു. ഏതാണ് പറഞ്ഞു കൊടുക്കുക? അദ്ദേഹം മഹദി ഒന്നിങ്ങനെ ചിന്തിച്ചു. എന്നിട്ട് കാലത്ത് മഹദി പറയാണ്, ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. എന്താണ് സംഭവം? ഒരു രാത്രി റസൂലുള്ളാഹി എന്റെ അടുക്കൽ വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ദരീനി ആയിഷ, ഇന്ന് എന്നെ ഒഴിവാക്കി തരണം കേട്ടോ. ഭാര്യ ഭർത്തൃ ജീവിതം നമുക്കറിയാലോ. ആ കുടുംബ ജീവിതം അത് മാന്യമായ ഒരു ജീവിതമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. ഭാര്യയോട് ഭർത്താവ് സമ്മതം ചോദിക്കുക, ഇന്ന് ഇന്നൊന്ന് ഒഴിവാക്കി തരണം കേട്ടോ. അല്ലാതെ ഭാര്യ ഭർത്തൃ ജീവിതം ഭർത്താവിന് പറ്റുമ്പോ ഉദ്ദേശിക്കുമ്പോ ഉണ്ടാവുക, മോൻക്ക് താല്പര്യത്തിലേക്ക് മാറ്റി വെക്കുക, അങ്ങനെയല്ല അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നത്. എല്ലാറ്റിലും കൃത്യമായ കൽപ്പന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. തന്റെ ഭാര്യയുമായി ഒരു ബന്ധവുമില്ലാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയെ വിളിപ്പിച്ചു റസൂലുള്ളാഹി പ്രവാചകൻ. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടല്ലോ, നീ നിന്റെ ഭാര്യയുമായി വേണ്ടതുപോലെ ബന്ധം പുലർത്തുന്നില്ലേ, നല്ല കുടുംബ ബന്ധം നീ പുലർത്തുന്നില്ലേ എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ റബ്ബിനോടുള്ള ബാധ്യത നിർവഹിക്കുകയാണെന്നാണ് പ്രവാചകനോട് അദ്ദേഹം മറുപടി പറഞ്ഞു. ഞാൻ എന്റെ സൃഷ്ടാവിനോടുള്ള ബാധ്യത നിർവഹിക്കുകയാണ്. പ്രവാചകൻ തിരുത്തി കൊടുത്തു, അങ്ങനെ ബാധ്യത നിർവഹിക്കേണ്ട. നിനക്ക് നിന്റെ ഭാര്യയോട് ബാധ്യതയുണ്ട്, നിന്റെ ശരീരത്തോട് ബാധ്യതയുണ്ട്, നിന്റെ കണ്ണിനോട് ബാധ്യതയുണ്ട്, നിനക്ക് നിന്റെ റബ്ബിനോട് ബാധ്യതയുണ്ട്. എല്ലാവരോടുള്ള ബാധ്യത നിർവഹിക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അല്ലാതെ സന്യാസ ജീവിതം ഒരിക്കലും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. നിങ്ങൾക്കറിയാലോ, മൂന്ന് വ്യക്തികൾ പ്രവാചകന്റെ ജീവിതം പഠിക്കാൻ വേണ്ടി നബിയുടെ വീട്ടിൽ വന്നല്ലോ. പ്രവാചകന്റെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. പ്രവാചകന്റെ ജീവിതത്തെ കുറിച്ച് പ്രവാചകന്റെ ഭാര്യമാര് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയൊക്കെയാണ് നബിയുടെ ജീവിതം. ആ 3 പേർക്കും ഈ ജീവിതം പോരാ എന്ന് തോന്നി. ഇത് വളരെ കുറഞ്ഞു പോയോ എന്ന് അവർക്കൊരു തോന്നല്. എന്നിട്ട് അവരിങ്ങനെ പരസ്പരം പറയാം, പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല തെരഞ്ഞെടുത്ത നബിയല്ലേ, ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെട്ട വ്യക്തിയല്ലേ, അദ്ദേഹത്തിന് അത്ര മതിയായിരിക്കും, നമുക്ക് അത്ര പോരാ എന്ന് കരുതിയിട്ട് 3 പേര് പ്രതിജ്ഞ എടുക്കുക. എന്താ 3 പേരുടെയും പ്രതിജ്ഞ? ഒരാളുടെ പ്രതിജ്ഞ, ഞാൻ ഇനി രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കും, രാത്രി മുഴുവൻ ആരാധനയായിരിക്കും, ഉറങ്ങൂല. മറ്റാൾ പ്രതിജ്ഞ എടുത്തതോ, ഞാൻ ഇനി ഒരിക്കലും പകൽ സമയം ഭക്ഷണം കഴിക്കില്ല, പകലെന്നും എനിക്ക് നോമ്പായിരിക്കും. മൂന്നാമത്തെ ആൾ പ്രതിജ്ഞ എടുത്തതോ, ഞാൻ ഇനി കുടുംബജീവിതം തന്നെ നയിക്കില്ല, എനിക്ക് ഭാര്യയും വേണ്ട, മക്കളും വേണ്ട, ഞാൻ മുഴുവൻ സമയവും ദൈവത്തിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പോകണം. ഇത് അറിഞ്ഞു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഭാര്യമാര് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയൊക്കെ ഉണ്ടായി സംഭവം. ഭാര്യ പറഞ്ഞു കൊടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടല്ലോ, ഇങ്ങനെയൊക്കെ ഉണ്ടായല്ലോ എന്ന് കേട്ടു. അതെ, ഞങ്ങൾ നന്മ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ തഖ്വയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ പ്രവാചകൻ അവരോട് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ തഖ്വയാണോ, ഭയഭക്തിയാണോ, നന്മയാണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളെക്കാൾ തഖ്വയുള്ളവനാണ് ഞാൻ. അല്ലാഹു തആല തെരഞ്ഞെടുത്ത പ്രവാചകനാണ് ഞാൻ പകൽ നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട്, എന്നാൽ ചില ദിവസങ്ങളിൽ എനിക്ക് നോമ്പുണ്ട്. രാത്രി ഞാൻ നമസ്കരിക്കുന്നുണ്ട്, രാത്രി ഞാൻ കിടന്നുറങ്ങുന്നുണ്ട്. ഞാൻ വിവാഹ ജീവിതം നയിക്കുന്നുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാം ഉണ്ട്. ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം ദൈവം പഠിപ്പിച്ചിട്ടില്ല, അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല. എന്നിട്ട് പഠിപ്പിച്ചു കൊടുത്തു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട്. എന്താ പഠിപ്പിച്ചു കൊടുത്തെന്ന് പറയോ? എന്താ പറഞ്ഞെടുത്ത്? 3 കാര്യങ്ങൾ പറഞ്ഞെടുത്ത്. 3 കാര്യം പറഞ്ഞു. ഞാൻ രാത്രി നമസ്കരിക്കുന്നു, രാത്രി ഞാൻ കിടന്നുറങ്ങുന്നു. ഞാൻ നോമ്പനുഷ്ഠിക്കുന്നു, എനിക്ക് നോമ്പില്ലാത്ത ദിവസങ്ങളുണ്ട്. കുടുംബബന്ധം ഞാൻ പുലർത്തുന്നു, ഭാര്യമാരുണ്ട് എനിക്ക്, ഞാൻ കുടുംബജീവിതം നയിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, എന്റെ ചര്യയില്ലാത്ത മറ്റൊരു ചര്യ നിങ്ങൾ സ്വീകരിച്ചാൽ, എന്റെ മാർഗമില്ലാത്ത മറ്റൊരു മാർഗം നിങ്ങൾ സ്വീകരിച്ചാൽ, അത് എന്തിന്റെ പേര് പറഞ്ഞാലും അവൻ എന്നിൽപ്പെട്ടവനല്ല, അവൻ എന്റെ സമുദായത്തിൽ ഒരു സ്ഥാനമില്ല. അത്രയ്ക്ക് കൃത്യമാണ് പരിശുദ്ധമായ ഇസ്ലാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പ്രവാചകൻ ഭാര്യയോട് വന്നിട്ട് സമ്മതം ചോദിക്കാണ്, ആയിഷ എന്നെ ഒന്ന് വിട്ടുതരണം, ഇന്ന് ഞാൻ നിന്റെ കൂടെ ഉണ്ടാവില്ല, ഇന്ന് രാത്രി എനിക്കൊന്ന് സ്വന്തമായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ആയിഷ പോയി ചോദിച്ചു, എന്താ സംഭവം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നത്തെ ദിവസം എനിക്കെന്ത് ചെയ്യണം, ഈ രാത്രി എന്റെ റബ്ബിന് വേണ്ടി, എന്റെ രക്ഷിതാവിന് വേണ്ടി ഞാൻ മാറ്റി വെക്കാൻ ആഗ്രഹിക്കുന്നു. ആയിഷ, നീ സമ്മതം തരുമോ? ഖുൽതു, ഞാൻ പറഞ്ഞു, വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ്, ഇന്നി ലഉഹിബ്ബു ഖുർബക, ഞാൻ കാത്തിരിക്കുകയാണ് നബിയെ, അങ്ങ് എന്റെ കൂടെ ഉണ്ടാവുന്ന ആ നിമിഷം, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്.
അങ്ങ് എന്നിൽ നിന്നും ഒരു നിമിഷം ഇന്ന് മാറി നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. അങ്ങ് എന്റെ കൂടെ ഉണ്ടാവണം. പക്ഷേ അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അങ്ങിഷ്ടപ്പെടുന്ന അങ്ങയുടെ രഹസ്യങ്ങളെയും അങ്ങയുടെ താല്പര്യത്തെയും ഞാൻ ഇഷ്ടപ്പെടുന്നു റസൂലേ. ആയതുകൊണ്ട് ഞാൻ സമ്മതം, മഹദി പറയാൻ ഞാൻ അങ്ങനെ സമ്മതം കൊടുത്തു. അങ്ങനെ സമ്മതം കൊടുത്തപ്പോ റസൂലുള്ളാഹി എഴുന്നേറ്റു. എന്തിനാ സമ്മതം ചോദിക്കണമെന്നറിയോ? അങ്ങാടി പോയി സൊറ പറയാനില്ല. ഐഷ ഇതിന്റെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്, ഞാൻ കൂട്ടുകാരോട് കൂടെ ഒരു അരമണിക്കൂർ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യട്ടെ, എനിക്ക് കിട്ടിയൊരു ചാൻസ് ആണ് എന്ന് പറയാനില്ല. റസൂലുള്ളാഹി എഴുന്നേറ്റു, വുദു എടുത്തു. എന്നിട്ട് റസൂലുള്ളാഹി എഴുന്നേറ്റു. റസൂലുള്ളാഹി നമസ്കരിക്കുക. കാലത്ത് മഹദി പറയാം, നനഞ്ഞു കുതിരുമാറ് അദ്ദേഹത്തിന്റെ കൺതടങ്ങൾ നനഞ്ഞു കുതിരുമാറ് അദ്ദേഹം രാത്രി നിന്ന് നമസ്കരിച്ച് ഖുർആൻ പാരായണം ചെയ്ത് കരഞ്ഞുകൊണ്ടേയിരിക്കണം. കുറെ കഴിഞ്ഞപ്പോ റസൂലുള്ളാഹി നിർത്തുമെന്നാണ് ഞാൻ കരുതിയത്. ഫഖാലത്ത് മഹദി വരാ ثم بكى വീണ്ടും റസൂലുള്ളാഹി കരയുന്നു. فلم يزل يبكي حتى بل لحيه റസൂലുള്ളാഹി കരഞ്ഞിട്ട് കണ്ണുനീരിങ്ങനെ ഒലിച്ച് കണ്ണുനീര് താടിയിൽ നിന്നും ഉച്ചി വീഴുന്നു. നനഞ്ഞു കുതിരാണ്, താടി നനഞ്ഞു കുതിരുമാണ്. റസൂലുള്ളാഹി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, രാത്രി നിന്ന് നമസ്കരിക്കുക. അങ്ങനെ എന്ത് ചെയ്തു? കാലത്ത് തുമ്മബക്ക വീണ്ടും റസൂലുള്ളാഹി കരഞ്ഞുകൊണ്ടേയിരുന്നു. അവിടെയൊക്കെ നനഞ്ഞു കുതിരുമാർ. നനഞ്ഞ് എത്രത്തോളം കണ്ണുനീരുറ്റി ആ നിലം ശരീരത്തിൽ നിന്നും കണ്ണിൽ നിന്നും ഒലിച്ച കണ്ണുനീര് താടിയിലൂടെ ഉറ്റി ആ നിലത്ത് വരെ കണ്ണുനീര് ഉറ്റി വീഴുമാർ റസൂലുള്ളാഹി കരയുന്നു. എത്രത്തോളം പറയുന്നത്? രാത്രിയുടെ തുടക്കത്തിൽ ആയിഷ ബീവിന്റെ അടുക്കൽ റസൂലുള്ളാഹി വന്നിട്ട് ബിലാൽ വരുന്നവരെ. എപ്പോഴാ ബിലാൽ വരിക? എനിക്കറിയാം, മസ്ജിദ് നബവിയുടെ ബാങ്ക് വിളിക്കാരന്റെ പേരാണ് ബിലാൽ, മുഅദ്ദിനാണ്, ബിലാൽ മുഅദ്ദിൻ. ആ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കാൻ വേണ്ടി പള്ളിയിൽ വരിക. അത് ആ സമയം വരെ റസൂലുള്ളാഹി ഇതുപോലെ നിന്ന് നമസ്കരിച്ച് പ്രാർത്ഥിച്ചു. فجاء بلال يؤذنه بالصلاة فلما رآه يبكي ബിലാൽ വന്നപ്പോൾ റസൂലുള്ളാഹി നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. قال يا رسول الله ബിലാൽ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? കഴിഞ്ഞു പോയതും വരാൻ പോകുന്നതുമായ പാപങ്ങൾ മുഴുവനും അങ്ങേക്ക് അല്ലാഹു പുറത്തു തന്നില്ലേ റസൂലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനോട് കൊടുത്ത മറുപടി മുമ്പൊരിക്കൽ ആയിഷ ബീവിയോട് കൊടുത്ത അതേ മറുപടി തന്നെ. അഫലാ അകൂന അബ്ദൻ ശക്കൂറാ, ഞാനൊരു നന്ദിയുള്ള അടിമയാകട്ടെ ബിലാലേ. ലഖദ് നസലത് അലയ്യ ലൈല, എന്റെ മേൽ ഈ രാത്രിയിൽ ഒരു ആയത്ത് ഇറങ്ങി ബിലാലേ. അല്ലാഹുവിന്റെ ഒരു ആയത്ത് ഇറങ്ങി ബിലാലേ. ആ ആയത്താണ് എന്നെ കരയിപ്പിച്ചത്. ഏതാണ് ആ ആയത്ത് അറിയുമോ? വൈലുൽ ലിമൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ. ആ ആയത്ത് ഞാനും കേട്ടിട്ട് അതിൽ ചിന്തിക്കാതെ പോകുന്നവന്റെ നാശമാണ് ബിലാലേ. അത്രക്ക് ആശയ സമ്പുഷ്ടിയുള്ള, അത്രക്ക് ഗൗരവമുള്ള, ഗാംഭീര്യമുള്ള ഒരു ആയത്ത് അല്ലാഹ്, എന്റെ ഒരു വചനം എന്റെ മേലിൽ അല്ലാഹ് ഇറക്കി. ഏതായാലും ആയത്ത്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار. ഈ ആയത്തിന്റെ മേലിൽ അവതരിച്ചു ബിലാലേ. എന്താണ് ആയത്തിന്റെ അർത്ഥം? ഇന്ന
വൽ അർളി ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിൽ വഖ്തിലാഫിൽ ലൈലി വന്നഹാരി അതുപോലെ തന്നെ രാവിന്റെയും പകലിന്റെയും വ്യതിയാനങ്ങളിൽ ലആയാതിൻ ലിഉലിൽ അൽബാബ് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അല്ലദീന യദ്കുറൂനല്ലാഹ് അവർ ധാരാളം അല്ലാഹുവിനെ ഓർത്തുകൊണ്ടേയിരിക്കും. അല്ലദീന യദ്കുറൂനല്ലാഹ് നമ്മുടെ വിഷയം അതാണ്. യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഉദൻ വഅലാ ജുനൂബിഹിം നൃത്തത്തിലും അവർ അല്ലാഹുവിനെ ഓർക്കും, ഇരുത്തത്തിലും അവർ അല്ലാഹുവിനെ ഓർക്കും, കിടന്നുറങ്ങുമ്പോഴും അവർ അല്ലാഹുവിനെ ഓർക്കും. ഒരർത്ഥത്തിൽ അങ്ങനെയാണ്. മറ്റൊരർത്ഥത്തിൽ നിന്നുകൊണ്ട് അവർ അല്ലാഹുവിനെ ഓർക്കും, ഇരുന്നു കൊണ്ടും അവർ അല്ലാഹുവിനെ ഓർക്കും, കിടന്നുകൊണ്ടും അവർ അല്ലാഹുവിനെ ഓർക്കും. الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون ويتفكرون في خلق السماوات والأرض ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ അവർ ചിന്തിക്കും. ويتفكرون في خلق السماوات والأرض എന്നിട്ട് അവർ പറയുന്ന ഒരു വാക്യമുണ്ട്, ഒരു പ്രഖ്യാപനമുണ്ട്. ആകാശത്തെ കുറിച്ച് പഠിച്ച്, ഭൂമിയെ കുറിച്ച് പഠിച്ച്, ഗോളങ്ങളെ കുറിച്ച് പഠിച്ച്, ശാസ്ത്രത്തെ കുറിച്ച് പഠിച്ച് അവരൊരിക്കലും ദൈവനിഷേധിയോ നിരീശ്വരവാദിയോ അല്ലെങ്കിൽ നിർമ്മിതവാദികളോ ആയി പോവുകയല്ല ചെയ്യുന്നത്. അവർ സയൻസിന്റെ പിന്നാലെ പോവുകയല്ല ചെയ്യുന്നത്. മറിച്ച് ഈ അത്ഭുത പ്രതിഭാസങ്ങളെ കുറിച്ചൊക്കെ അവർ പഠിച്ചിട്ട് അവരിൽ നിന്നും വരുന്ന അവസാനത്തെ ഒരു പ്രഖ്യാപനമുണ്ട്. റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. റബ്ബേ, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല റബ്ബേ. ഞങ്ങളുടെ നഗ്നനേത്രങ്ങളെ കൊണ്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന, ഭൗതിക ശാസ്ത്രം കൊണ്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഈ അത്ഭുത പ്രതിഭാസങ്ങളെ ഞങ്ങൾ മനസ്സിലാക്കി അറിഞ്ഞു റബ്ബേ. ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല. ഈ ലോകത്തിന്റെ അത്ഭുതങ്ങളുടെ കലവറ ഇത്ര ഭയങ്കരമാണെങ്കിൽ പക്ഷേ ഞങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു ലോകമുണ്ട്. പാരത്രിക ലോകമാണ് ആ ലോകം. അല്ലാഹുവേ, നിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഞങ്ങൾ അറിഞ്ഞ ലോകമാണ് ആ ലോകം. നിന്റെ പ്രവാചകന്റെ വചനങ്ങളിൽ കൂടെ ഞങ്ങൾ അറിഞ്ഞ ലോകമാണ് ആ ലോകം. ആ ലോകത്ത് നീ പരിചയപ്പെടുത്തിയ, നിന്റെ പ്രവാചകൻ പരിചയപ്പെടുത്തിയ ഒരു നരകമെന്ന ലോകമുണ്ട്. ആ നരകത്തെ തൊട്ട് നീ ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ റബ്ബേ. റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തിലൻ സുബ്ഹാനക, നീ എത്രയോ പരിശുദ്ധനാണ് അല്ലാഹ്. ഫഖിനാ അദാബന്നാർ, നരക ശിക്ഷയെ തൊട്ട് നീ ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ എന്നവർ പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്യും. അവരാണ് സത്യവിശ്വാസികൾ. അവരാണ് അല്ലാഹുവിനെ അറിഞ്ഞവർ. അവരാണ് അല്ലാഹുവിനെ മനസ്സിലാക്കിയവർ. ആ രീതിയിൽ അല്ലാഹുവിനെ അറിയാൻ, അല്ലാഹുവിനെ മനസ്സിലാക്കാൻ, അല്ലാഹുവിന്റെ ആയത്തുകൾ ഉൾക്കൊള്ളുകൊണ്ട് ജീവിക്കാൻ പ്രപഞ്ചനാഥനായ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ, മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.